السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين. بسم الله الرحمن الرحيم. سبحان الذي خلق الأزواج كلها مما تنبت الأرض من أنفسهم ومما لا يعلمون. ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, സത്യവിശ്വാസികളെ, പടച്ചതമ്പുരാൻ നമ്മുടെ മജ്‌ലിസിനെ ഖബൂൽ ചെയ്യുമാറാകട്ടെ. നമ്മിൽ സംഭവിച്ച എല്ലാ അപരാധങ്ങളും അല്ലാഹു മാപ്പാക്കി തരുമാറാകട്ടെ. അല്ലാഹുവിനെ അനുസരിച്ചും അവന് വഴിപ്പെട്ടും അവൻ്റെ നിയമങ്ങൾ അനുസരിച്ചും ബാക്കിയുള്ള ജീവിതം തീർക്കാൻ അല്ലാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. നമുക്ക് നമ്മുടെ മാതാപിതാക്കളും നാമുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹുവിൻ്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഇടം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വിശുദ്ധ റമദാനിനെ അല്ലാഹു നമ്മുടെ അനുകൂല സാക്ഷിയാക്കി തീർക്കുമാറാകട്ടെ. ഈ വർഷത്തെ നമ്മുടെ പഠന ക്ലാസിൻ്റെ വിഷയം മുസ്ലിമിൻ്റെ കുടുംബം എന്നുള്ളതാണ്. മുസ്ലിമിൻ്റെ വീട്. അതൊരു വിശാലമായ വിഷയമാണ്. ഒരാണിനെയും പെണ്ണിനെയും രണ്ട് മക്കളെ അവരെ വളർത്തിയെടുത്ത് വിവാഹപ്രായത്തിലെത്തിച്ച് വിവാഹം കഴിപ്പിച്ച് അവർക്ക് മക്കളുണ്ടായി, അങ്ങനെ അവർ വീണ്ടും മാതാപിതാക്കളായും ഒക്കെ ജീവിച്ച് അവസാനം അവർ മരണപ്പെടുകയും അവരുടെ അനന്തര സ്വത്ത് മക്കൾക്ക് വീതം ചെയ്യപ്പെടുകയും ചെയ്യുന്നൊരവസ്ഥയിൽ നമ്മുടെ ക്ലാസ് അവസാനിക്കേണ്ടതുണ്ട്. ആ അർത്ഥത്തിൽ ഒരു മുസ്ലിമിൻ്റെ കുടുംബം അതെങ്ങനെ രൂപപ്പെടുത്താം എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒരു വീടാകുമ്പോൾ ആ വീട്ടിൽ പലതരത്തിലുള്ള ആളുകളുണ്ടാവും. മാതാപിതാക്കളുണ്ട്, മക്കളുണ്ട്, ഭാര്യയുണ്ട്, ഭർത്താവുണ്ട്, പേരക്കുട്ടികളുണ്ടാകാം. ഇങ്ങനെ പല വിധത്തിലുള്ള ആളുകളാണ് ഒരു കുടുംബം, ഒരു വീട്ടിൽ കഴിഞ്ഞു കൂടുന്നത്. പൊതുവിൽ ഇവരെ നമുക്ക് രണ്ട് വിഭാഗമായി തിരിക്കാൻ കഴിയും. ഒന്ന് ആണ്, മറ്റൊന്ന് പെണ്ണ്. ഒരു വീട്ടിലുള്ള ആളുകൾ ഒന്നിരിക്കൽ ആണായിരിക്കും, അല്ലെങ്കിൽ പെണ്ണായിരിക്കും. ഇങ്ങനെ ആണും പെണ്ണും ലോകത്തുണ്ട് എന്ന് ആദ്യം മനസ്സിലാക്കിയാലാണ് നമ്മുടെ വിഷയം നമുക്ക് തിരിയുക. അത് മനസ്സിലാക്കലാണ് സത്യത്തിൽ ഇന്ന് ലോകം നേരിടുന്ന മാനുഷിക പ്രശ്നങ്ങളുടെ യഥാർത്ഥ പരിഹാരം എന്ന് പറയുന്നത്. മനുഷ്യർ ആണും പെണ്ണുമാണെന്ന് തിരിച്ചറിയുക. ഇന്ന് ആ തിരിച്ചറിവില്ല എന്നുള്ളതാണ് സത്യത്തിൽ ഒട്ടനവധി പ്രശ്നങ്ങളുടെ കാരണം. ജെൻഡർ ഇക്വാലിറ്റിയുടെ കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. ലിംഗസമത്വം. ആണിനെ ആണെന്നും പെണ്ണിനെ പെണ്ണെന്നും പറഞ്ഞ് തിരിക്കേണ്ടതില്ല, ഒക്കെ ഒന്ന് തന്നെ എന്ന് പറയുന്നിടത്താണ് പ്രശ്നങ്ങളുടെ തുടക്കം. അപ്പൊ നമുക്ക് ആദ്യം മനസ്സിലാക്കേണ്ടത് അല്ല, ആണ് വേറെയാണ്, പെണ്ണ് വേറെയാണ്. അങ്ങനെ മനസ്സിലാക്കി പോയാലേ ഈ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാവുള്ളൂ. എന്തുകൊണ്ട് ഇങ്ങനെ ആയി എന്നുള്ളതിന് ഇൻഷാ അല്ലാഹ് പിന്നീട് സംസാരിക്കാൻ കുറിച്ച്. അല്ലാഹു അവന്റെ വിശുദ്ധ ഖുർആനിൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന ധാരാളം ആയത്തുകളുണ്ട്. സൂറത്തുൻ നബയിൽ അല്ലാഹു പറഞ്ഞത് വഖലഖ്നാകും അസ്വാജ, നാം നിങ്ങളെ സൃഷ്ടിച്ചിരിക്കുന്നത് ഇണകളായിട്ടാണ്. അസ്വാജ്, സൗജ് എന്നതിന്റെ ബഹുവചനമാണ് അസ്വാജ്, ഇണകൾ. ഇണയാകണമെങ്കിൽ ഒന്ന് ആണാകണം, മറ്റൊന്ന് പെണ്ണാകണം.
രണ്ടും ആണാകുമ്പോഴും രണ്ടും പെണ്ണാകുമ്പോഴും ഇണ എന്ന പ്രയോഗം ശരിയല്ല. അപ്പൊ അല്ലാഹു മനുഷ്യരെ നിങ്ങളാം ഇണകളായി സൃഷ്ടിച്ചു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം നിങ്ങളിൽ ഒരു വിഭാഗം ആണുങ്ങളാണ്, മറ്റൊരു വിഭാഗം പെണ്ണുങ്ങളാണെന്ന് തന്നെയാണ്. ഇത് മനുഷ്യരെ കുറിച്ചാണ് ഈ പ്രയോഗമെങ്കിൽ മനുഷ്യരെ കുറിച്ച് തന്നെ വേറെയും ചില പ്രയോഗങ്ങളുണ്ട്. ഖുർആനിൽ ധാരാളമായിട്ട് വല്ലാഹു ജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജാ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന വഹഫദാ വറസഖകും മിനത് ത്വയ്യിബാത് അഫബിൽ ബാതിൽ യുമിനൂൻ വബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ. മറ്റൊരിടത്ത് അല്ലാഹു സൂറത്തുൻ നഹ്ലിൽ അല്ലാഹു ചോദിക്കുകയാണ്, അല്ലാഹു നിങ്ങൾക്ക് നിങ്ങളിൽ നിന്നും നിങ്ങളുടെ ഇണകളെ സൃഷ്ടിച്ചു തന്നു. നിങ്ങളുടെ ഇണയെ നിങ്ങളിൽ നിന്നാണ് ഞാൻ നിങ്ങൾക്ക് സൃഷ്ടിച്ചു തന്നത്. വജഅല ലക്കും മിൻ അൻഫുസികും അസ്വാജ വജഅല ലക്കും മിൻ അസ്വാജികും ബനീന. നിങ്ങളുടെ ഇണകളിൽ നിന്നും അല്ലാഹു നിങ്ങൾക്ക് മക്കളെയും തന്നു. നിങ്ങളുടെ ഭാര്യയിൽ നിന്ന് നിങ്ങൾക്ക് മക്കളുണ്ടായി. വഹഫദ, നിങ്ങൾക്ക് പേരക്കുട്ടികളും ഉണ്ടായി. എന്നിട്ട് അല്ലാഹു ചോദിക്കുകയാണ്, അഫബിൽ ബാതിൽ യുമിനൂൻ. ഇതൊക്കെ ചെയ്തു തന്ന പടച്ചവനിൽ നിങ്ങൾ വിശ്വസിക്കണമോ അതോ നിങ്ങൾ അന്ധവിശ്വാസങ്ങളുടെ പുറകെ പോകണമോ? എന്നിട്ട് ബിനിഅമത്തില്ലാഹി ഹും യക്ഫുറൂൻ, അല്ലാഹു നിങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നിങ്ങൾ നിഷേധിക്കുന്നു എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. ഇവിടെയും അല്ലാഹു എടുത്തു പറയുന്നത് നിങ്ങളുടെ ഇണകളാണ്, ആണും പെണ്ണുമാണ് മനുഷ്യൻ എന്ന് അല്ലാഹു സ്ഥാപിക്കുകയാണ്. അപ്പോൾ മനുഷ്യരിൽ മാത്രമാണ് ആണും പെണ്ണും ഉള്ളത്? അല്ല. മനുഷ്യേതര വസ്തുക്കളിൽ, മനുഷ്യേതര ജീവികളിലും മനുഷ്യേതര വസ്തുക്കളിലും ഇണകളുണ്ട്, ആണും പെണ്ണുമുണ്ട്. ശുദ്ധ ഖുർആൻ മറ്റൊരിടത്ത് പറയുന്നുണ്ട്, വമിൻ കുല്ലി സമറാത്തി ജഅല ഫിഹാ സൗജൈൻ. എല്ലാ പഴങ്ങളിലും അല്ലാഹു തആല ഇണകളെ സൃഷ്ടിച്ചിട്ടുണ്ട്. അപ്പൊ മനസ്സിലായി, വൃക്ഷങ്ങളിലും ആണും പെണ്ണുമുണ്ട്. പഴങ്ങളിൽ ആണും പെണ്ണുണ്ടെന്ന് പറഞ്ഞാൽ പഴങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങളിൽ ആണും പെണ്ണുണ്ട്. ഇത് ഖുർആനാണ്. നമുക്കിത് നിഷേധിക്കാൻ കഴിയില്ല. നമ്മളിത് നിഷേധിച്ചാൽ ഈ മതത്തിൽ നിന്ന് പുറത്താണ്. മരങ്ങളിൽ ആണും പെണ്ണുമുണ്ടെന്ന് ഖുർആൻ. നമ്മൾ ആ വിഷയം പരിശോധിക്കുമ്പോൾ, ശാസ്ത്രീയമായ വിഷയത്തെ പരിശോധിക്കുമ്പോൾ ശാസ്ത്രം പറയുന്നത് വൃക്ഷങ്ങളിൽ ആണും പെണ്ണുമുണ്ടെന്ന് തന്നെയാണ്. ചില വൃക്ഷങ്ങളിൽ ആ വൃക്ഷത്തിൽ തന്നെയായിരിക്കും അതിന്റെ ആൺ പൂമ്പൊടിയും പെൺ പൂമ്പൊടിയും ഉണ്ടാകുക. ഉദാഹരണത്തിന് മാവിൽ അതിന്റെ ആൺ പൂമ്പൊടിയുമുണ്ട്, പെൺപൂമ്പൊടിയുണ്ട്. അത് പരസ്പരം പരാഗണം നടത്തിയിട്ടാണ് മാമ്പഴം ഉണ്ടാകുക. അതുപോലെ തക്കാളി ചെടിയിൽ അതിന്റെ ആൺ പൂമ്പൊടിയുണ്ട്, പെൺപൂമ്പൊടിയുണ്ട്. ഒരു മരത്തിൽ തന്നെയുള്ള രണ്ടു തരം പൂമ്പൊടികൾ പരസ്പരം പരാഗണം നടത്തിയിട്ടാണ് തക്കാളി ഉണ്ടാകുക. ഇനി വേറെ ചില മരങ്ങളുണ്ട്, ഒരു മരത്തിൽ തന്നെ രണ്ടു തരമല്ല, രണ്ട് ലിംഗങ്ങളെയും അല്ലാഹു രണ്ട് മരത്തിലായി സൃഷ്ടിച്ചിട്ടുണ്ട്. പപ്പായ, കപ്പളങ്ങ എന്ന് പറയല്ലേ, ആൺ പപ്പായയുണ്ട്, പെൺപപ്പായയുണ്ട്. രണ്ടായി പടച്ചു സൃഷ്ടിക്കുകയും എന്നിട്ട് പരസ്പരം പരാഗണം ചെയ്തുകൊണ്ട് ഉൽപ്പാദിപ്പിക്കപ്പെടും. അങ്ങനെയുള്ള ധാരാളം മരങ്ങളുണ്ട്. അപ്പൊ ഈ വിഷയത്തെ വിശുദ്ധ ഖുർആൻ എടുത്തു പറയുന്ന വിഷയത്തെ ശാസ്ത്രം ശരിവെക്കുന്നു. ഒരു കാര്യം മനസ്സിലായി, മനുഷ്യരിൽ ഇണകളുണ്ട്, വൃക്ഷങ്ങളിലും ആണും പെണ്ണുമുണ്ട്. തീർന്നില്ല. മറ്റൊരിടത്ത് ഖുർആൻ പറയുന്നത്, സുബ്ഹാനല്ലദീ ഖലഖൽ അസ്വാജ കുല്ലഹാ മിമ്മാ തുംബിതുൽ അർദു മിൻ അൻഫുസിഹിം വമിമ്മാ ലാ യഅലമൂൻ. ഏത് സൂറത്താ? യാസീൻ. സൂറത്ത് യാസീൻ. സുബ്ഹാനല്ലദീ, ഒരു പടച്ചോൻ എത്ര പരിശുദ്ധനാണ്. ഖലഖൽ അസ്വാജ കുല്ലഹാ, എല്ലാ വസ്തുക്കളിലും അവൻ ഇണകളെ സൃഷ്ടിച്ചിരിക്കുന്നു. അപ്പൊ എല്ലാത്തിലും ആണും പെണ്ണുമുണ്ട്. എല്ലാ വസ്തുക്കളിലും ആണിനെയും പെണ്ണിനെയും സൃഷ്ടിച്ച പടച്ചവൻ എത്ര പരിശുദ്ധനാണ്. മിമ്മാ തുംബിതുൽ അർദു, ഭൂമി മുളപ്പിക്കുന്ന വസ്തുക്കളിലും അഥവാ സസ്യങ്ങളിലും ഇണകളുണ്ട്. വമിൻ അൻഫുസിഹിം, നിങ്ങളിലും ഇണയുണ്ട്. വമിമ്മാ ലാ യഅലമൂൻ, നിങ്ങൾ അറിയാത്തതിലും ഇണകളുണ്ട്.
ഖുർആൻ ഇറങ്ങുന്നത് 1400 വർഷം മുമ്പാണ്. ഇന്നുള്ള എല്ലാം അന്നില്ല. അതിനുശേഷം ശാസ്ത്രലോകം കണ്ടുപിടിച്ച ധാരാളം വസ്തുക്കളുണ്ട്. ഖുർആൻ പറയാണ്, നിങ്ങൾക്കിപ്പോൾ എന്തെല്ലാം വസ്തുക്കളെ കുറിച്ച് അറിവുണ്ടോ അതിലെല്ലാം ഇണകളുണ്ട്, ആണും പെണ്ണുണ്ട്. ഇനി നിങ്ങൾ അറിയാനിരിക്കുന്ന പലതുമുണ്ട്, അതിലും ആണും പെണ്ണുണ്ട്. അപ്പോൾ എല്ലാ വസ്തുക്കളിലും ആണും പെണ്ണുമുണ്ട് എന്ന് ഖുർആൻ സമർത്ഥിക്കുകയാണ്. ഈ ഒരു അടിസ്ഥാനം നമ്മൾ വിശ്വസിക്കാതെ ഇന്ന് ലോകത്ത് കാണുന്ന ധാർമ്മിക പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവില്ല. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്നത്. എല്ലാത്തിലും ഉണ്ട്. ഏറ്റവും ചെറിയ വസ്തുവാണല്ലോ ആറ്റം എന്ന് പറയുന്നത്. ഏറ്റവും വലുത് ഗാലക്സിയാണ്. ആറ്റത്തിലും ഇണകളുണ്ട്. ഇലക്ട്രോണുകളും പ്രോട്ടോണുകളും ന്യൂക്ലിയസിന്റെ ചുറ്റും ഇങ്ങനെ ചുറ്റുന്നുണ്ട്. അവിടെയും അല്ലാഹു ഇലക്ട്രോണിനെയും പ്രോട്ടോണിനെയും ഇണകളായി സൃഷ്ടിച്ചിട്ടുണ്ട്. അതാണ് ആറ്റം. അറബി പറയും. അതിനേക്കാൾ ചെറിയൊരു വസ്തു ലോകത്തിൽ. ഇനി മുകളിലേക്ക് ചിന്തിച്ചാൽ ആകാശത്തെയും ഭൂമിയെയും അല്ലാഹു സൃഷ്ടിച്ചു. ആകാശം ആണാണ്, ഭൂമി പെണ്ണാണ്. ഭൂമി ദേവി എന്ന് പറയുകയാണ്. ഭൂമി ദേവിയാണ്, ആകാശദേവനാണ്. റോമകാർ ഒരു കാലത്ത് ആകാശങ്ങളെ ആരാധിച്ചിട്ടുണ്ട്. ആകാശദേവൻ എന്നാണ് വിളിച്ചത്. സൂര്യൻ ആണാണെങ്കിൽ ചന്ദ്രൻ പെണ്ണാണ്. ചന്ദ്രദേവതയാണ്, സൂര്യദേവനാണ്. അതിലും ഇണയുണ്ട്. ഇങ്ങനെ ഓരോന്നിനെ കുറിച്ച് നമ്മൾ പരിശോധിച്ചാൽ ഈ ഖുർആൻ പറഞ്ഞ യാഥാർത്ഥ്യത്തെ ശരിവെക്കുന്നതായിട്ട് നമുക്ക് കണ്ടെത്താൻ കഴിയും. ഇരുട്ടിന് വെളിച്ചമുണ്ട്, സത്യത്തിന് അസത്യമുണ്ട്, രാത്രിക്ക് പകലുണ്ട്, വെളുപ്പിന് കറുപ്പുണ്ട്. ഇങ്ങനെ ഇണകളായിട്ടാണ് പടച്ച തമ്പുരാൻ സർവ്വ വസ്തുക്കളെ സൃഷ്ടിച്ചിട്ടുള്ളത്. ഇണയില്ലാത്തതൊന്നു മാത്രം, അത് അല്ലാഹു സുബ്ഹാനഹു വ തആല. അല്ലാഹു വാഹിദാണ്, അല്ലാഹു ഏകനാണ്, അവൻ ഇണയില്ല. അല്ലാഹു അല്ലാത്ത പടച്ചവൻ സൃഷ്ടിച്ച മുഴുവൻ മഖ്ലൂഖാത്തുകൾക്കും അല്ലാഹു തആല ഇണകളെ ഉണ്ടാക്കിയിട്ടുണ്ട്, അസ്വാജ്. ഈ ഒരു യാഥാർത്ഥ്യം നമ്മൾ ഉൾക്കൊള്ളണം. ശാസ്ത്രത്തിന്റെ കണ്ടുപിടുത്തം അനുസരിച്ച് അപൂർവം ചില വസ്തുക്കൾക്ക് ഇണകളില്ല എന്നുള്ളതാണ് ശാസ്ത്രത്തിന്റെ കാഴ്ചപ്പാട്. ഉദാഹരണത്തിന് കല്ലിന് ഇണയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. അതവരുടെ അറിവിന്റെ പരിമിതിയാണ്. ഇൻഷാ അല്ലാഹ് ഇനിയും പലരും ജനിക്കും, പല മിടുക്കന്മാരായ ശാസ്ത്രജ്ഞന്മാർ ജനിക്കുമ്പോൾ ഇത് കണ്ടെത്തുന്നത്. വെള്ളത്തിന് ഇണയില്ല എന്നാണ് ശാസ്ത്രം പറയുന്നത്. വെള്ളം ഒന്നേ ഉള്ളൂ. വായുവിന് ഇണയില്ല എന്ന് ശാസ്ത്രം പറയുന്നു. ഖുർആൻ പറയുന്നു ഇതിനൊക്കെ ഇണയുണ്ട്. ഇണ ഏതെന്ന് ഇനി കണ്ടെത്താനിരിക്കുന്നതേ ഉള്ളൂ. അപ്പൊ സുബ്ഹാൻ, അല്ലാഹു പരിശുദ്ധനാണ്. ഈ പരിശുദ്ധനായ പടച്ച തമ്പുരാൻ എല്ലാ ജീവജാലങ്ങളെയും എല്ലാ വസ്തുക്കളെയും അല്ലാഹു ഇണകളായി സൃഷ്ടിച്ചു. ആകാശത്തെ കുറിച്ച് സൂറത്തുൽ നബയിൽ പറയുന്ന പ്രയോഗമുണ്ട്, മഴ വർഷിക്കുന്ന കാര്യം. ആകാശത്ത് നിന്ന് മഴ വർഷിക്കുന്ന കാര്യം. വജഅൽനാ മിനൽ മുഗ്ഫിറാത്തി മാഅൻ ഫജ്ജാജ. കാർമുകിലുകളിൽ നിന്നും നാം കുത്തി വീഴുന്ന മഴവെള്ളത്തെ വർഷിപ്പിക്കുന്നു. ആകാശത്ത് നിന്ന് മഴ പെയ്യുന്ന ഭൂമിയിലേക്ക്. അപ്പോൾ എന്താ ഉണ്ടാകുന്നത്? വജഅൽനാ മിനൽ മുഗ്ഫിറാത്തി മാഅൻ ഫജ്ജാജ. അതിന്റെ ബാക്കി എങ്ങനെയാണ്? ലിനുഖ്രിജ ബിഹി ഹബ്ബൻ വനബാത വജന്നാത്തിൻ അൽഫാഫ. ആ പ്രയോഗം ശ്രദ്ധിക്കണം. ആകാശത്ത് നിന്ന് ഇങ്ങനെ മഴ വീഴുമ്പോൾ, കാർമുകളിൽ നിന്ന് വെള്ളം വീഴുമ്പോൾ എന്താ ഉണ്ടാകുന്നത്? ലിനുഖ്രിജ ബിഹി ഹബ്ബ. ഭൂമിയിൽ നിന്ന് ധാന്യങ്ങൾ മുളച്ചു വരികയാണ്. വനബാത, സസ്യങ്ങൾ മുളച്ചു വരികയാണ്. ഇതുപോലെ ഒരു പുരുഷൻ അവന്റെ ഭാര്യയുമായി സംസർഗത്തിൽ ഏർപ്പെടുമ്പോൾ പുരുഷൻ സ്വാഭാവികമായ രീതിയിൽ കിടക്കുന്നത് മുകളിലാണ്, സ്ത്രീ അടിയിലാണ്. അവിടെ ആ പുരുഷനിൽ നിന്നും വിറ്റ് വീഴുന്ന ലുത്തുഫ, ആ ബീജം സ്ത്രീയുടെ അണ്ഡാശയത്തിലേക്ക് പ്രവേശിച്ച് അവിടെ ആ ബീജസങ്കലനം നടക്കുമ്പോഴാണ് കുട്ടി ഉണ്ടായിത്തീരുന്നത്. ഇതുപോലെ ആകാശത്തു നിന്നും കാർമുകളിൽ നിന്നും ബീജം, ആകാശത്തിന്റെ ബീജമാണ് മഴവെള്ളം. അത് ഈ ഭൂമിയാകുന്ന പെണ്ണിലേക്ക്, ഭൂമി ദേവിയിലേക്ക് ഇങ്ങനെ വർഷിക്കുമ്പോൾ ഇവിടെ നിന്ന് ഉൽപ്പാദിച്ചു വരുന്ന പ്രൊഡക്റ്റുകൾ, നതീജ എന്താണ്? സസ്യങ്ങൾ, കൃഷികൾ മുളച്ചു വരുന്നു, മനുഷ്യനത് ഭക്ഷിക്കുന്നു. അവിടെ ഒരു കുട്ടി ഉണ്ടാകുന്നുണ്ട്. ചുരുക്കത്തിൽ എല്ലാ വസ്തുക്കളെയും പടച്ച തമ്പുരാൻ ഇണകളായി സൃഷ്ടിച്ചു എന്നുള്ളതാണ് സത്യം. അതാണ് ഖുർആന്റെ യാഥാർത്ഥ്യം. അത് തന്നെയാണ്. എന്തിനാണ് ഇണകളായി സൃഷ്ടിച്ചത്? അടുത്ത ചോദ്യം അതാണ്. എന്തിന്? അതിന്റെ കാരണം വംശവർദ്ധനയാണ് അതിന്റെ ലക്ഷ്യം പ്രധാനമായിട്ടും. അള്ളാഹു ഏകനാണ്. അള്ളാഹുവിന് വംശം വർദ്ധിക്കേണ്ടതില്ല, വർദ്ധിക്കാൻ പാടില്ല. എന്നും അവൻ ഒരുവനായിരിക്കണം, രണ്ടാമതൊരാൾ ഉണ്ടാകാൻ പാടില്ല. പക്ഷെ അള്ളാഹു അല്ലാത്ത വസ്തു
വസ്തുക്കളൊക്കെ വംശവർദ്ധന തേടുന്നതാണ്. എല്ലാം ഇങ്ങനെ വർദ്ധിച്ചുകൊണ്ടേയിരിക്കണം, കൂടിക്കൊണ്ടേയിരിക്കും. മാനവകുലം നിലനിൽക്കണമെങ്കിൽ മനുഷ്യൻ വർദ്ധിക്കണം, അല്ലെങ്കിൽ മനുഷ്യന്റെ ഈ കുലം അവസാനിക്കും, മനുഷ്യന് പിന്നെ ജന്മം ഉണ്ടാവില്ല. അതുപോലെ തന്നെയാണ് എല്ലാ ജീവജാലങ്ങളിലും പടച്ചതമ്പുരാൻ ആണിനെയും പെണ്ണിനെയും പശുവിനെയും സൃഷ്ടിച്ചു. പശുവിന്റെ ഇണയായി അല്ലാഹു മൂരിയെ സൃഷ്ടിച്ചു. എന്തിന്? ഇനി വംശം നിലനിൽക്കണം, അതിന് ഇണകൾ ആവശ്യമാണ്. ലോകത്തുള്ള എല്ലാ പശുക്കളും പശുക്കളായിരുന്നാൽ അതിന് ഇണകളില്ലെങ്കിൽ എങ്ങനെയാണ് പശുവിന്റെ വംശം, ആ മൃഗത്തിന്റെ വംശം നിലനിൽക്കുന്നത്? വംശവർദ്ധന എന്നുള്ളതാണ് പടച്ചതമ്പുരാൻ ഇണകളായി സൃഷ്ടിച്ചതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറയുന്നത്. സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സസ്യങ്ങൾക്ക് ബാഹ്യമായ ഇടപെടലുണ്ടെങ്കിലേ അതിന്റെ ഇണചേരൽ നടക്കുള്ളൂ. സ്വയമായി സസ്യങ്ങൾക്ക് ഇണചേരാൻ കഴിയില്ല. അല്ലാഹു പറയുന്നത് നാം സസ്യങ്ങൾക്ക് ഇണചേരുന്ന രീതിയിൽ കാറ്റിനെ അടിച്ചു വീശുന്നു എന്ന് പറയുന്നു. കാറ്റടിച്ചു വീശുമ്പോൾ എന്താ സംഭവിക്കുക? ഒരു ആൺമരത്തിൽ നിന്നും ആൺപൂമ്പൊടി പറന്ന് ഒരു പെൺപൂമ്പൊടിയുള്ള മരത്തിലേക്ക് ചെല്ലും. അങ്ങനെയാണ് സസ്യങ്ങളിൽ പരാഗണം നടക്കുക. അതിനുവേണ്ടിയാണ് ഞാൻ ചിലപ്പോൾ കാറ്റടിച്ച് വീശുന്നത് എന്ന് കുറച്ചു പറയുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ മദീനയിൽ ഒരു കൃഷിയിടത്തിലൂടെ നടക്കുമ്പോൾ ഈത്തപ്പന മരങ്ങൾ നട്ടുപിടിപ്പിക്കപ്പെട്ട ഒരു തോട്ടത്തിലൂടെ നടക്കുന്ന ഒരു കാഴ്ച കണ്ടു. ആ കർഷകൻ ഈത്തപ്പന മരത്തിൽ നിന്നും പൂമ്പൊടി എടുത്തുകൊണ്ട് പെൺ ഈത്തപ്പന മരത്തിലേക്ക് വയ്ക്കുകയാണ്. വിധങ്ങൾ ചോദിച്ചു, എന്തിനാണ് ഇത് ചെയ്യുന്നത്? അവര് പറഞ്ഞു, നന്നായി ഇത് ഈത്തപ്പഴം കായ്ക്കാൻ വേണ്ടിയാണ്, ഇങ്ങനെ ചെയ്താലാണ് നന്നായി കായ്ക്കുള്ളൂ. അപ്പൊ വിശ്വാസം ചോദിച്ചു, ഇങ്ങനെ ചെയ്യാതിരുന്നാൽ എന്താണ്, നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താണ് എന്ന് ചോദിച്ചു. പിറ്റേ വർഷം മുതൽ ആ സഹാബി അത് ചെയ്തില്ല. ആൺ മരത്തിൽ നിന്നും പൂമ്പൊടി എടുത്ത് പെൺമരത്തിൽ വച്ചില്ല. കാരണം റസൂല് പറഞ്ഞാൽ അങ്ങനെ ചെയ്തില്ലെങ്കിൽ എന്താന്ന് ചോദിച്ചു. ആ വർഷം കാവൽ കുറഞ്ഞു, ഈത്തപ്പഴം നന്നായി ഉണ്ടായില്ല. അപ്പോൾ വിശ്വാസങ്ങളോട് ഈ വിവരം പറഞ്ഞ നബി പറഞ്ഞു, അന്തും ആലമിന്റെ ഒരു ദുനിയാക്കും, നിങ്ങളുടെ ദുനിയാവിന്റെ കാര്യം നിങ്ങൾക്കാണ് അറിയാവുന്നത്, അതുകൊണ്ട് അത് ഞാൻ പറഞ്ഞത് കേൾക്കണം. ആഖിറത്തിന്റെ കാര്യം എനിക്കറിയാം നിങ്ങളെക്കാൾ, അതുകൊണ്ട് ആഖിറത്തിന്റെ കാര്യം ഞാൻ പറയുമ്പോൾ നിങ്ങളത് കേൾക്കണം. നിങ്ങളുടെ കൃഷി എങ്ങനെ കൂടുതൽ ഉൽപാദനം തരുമെന്ന് നിങ്ങൾക്കറിയല്ലേ അറിയുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ ഇനി മുതൽ പരാഗണം ചെയ്തു എന്ന അർത്ഥത്തിൽ പ്രവാചകൻ തന്റെ ആ ഇതിൽ നിന്ന് പിൻവലിയാണ്. അപ്പൊ ചുരുക്കത്തിൽ സസ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം സസ്യങ്ങൾക്ക് ബാഹ്യ ഇടപെടലുണ്ടെങ്കിൽ ഇണചേരാൻ കഴിയുള്ളൂ. സ്വന്തമായി സസ്യങ്ങൾക്ക് ഇണചേരാൻ കഴിയില്ല. പക്ഷേ സസ്യങ്ങളെ മാറ്റി നിർത്തിയാൽ ജന്തുജാലങ്ങളിലേക്ക് വരുമ്പോൾ മനുഷ്യനും മൃഗവും അവയെ സംബന്ധിച്ചിടത്തോളം ബാഹ്യ ഇടപെടലുകളില്ലാതെ ഇണചേരാൻ കഴിയുന്ന രണ്ട് വിഭാഗമാണ്. ഒരു മൃഗത്തിന് മറ്റൊരു മൃഗവുമായി ഇണചേരാൻ ഒരു ബാഹ്യ ഇടപെടൽ ആവശ്യമില്ല. അതിനെ ആരും പഠിപ്പിക്കേണ്ടതുമില്ല. അത് ജന്മസിദ്ധമായി അത് പഠിച്ചാണ് വരുന്നത്. ഒരു പൂങ്കോഴിക്ക് പെടക്കോഴിയെ കണ്ടാൽ എങ്ങനെ ഇണചേരണമെന്ന് അതിനറിയാം, അതത് ചെയ്യും. മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മൃഗങ്ങളെ പോലെയല്ല, മനുഷ്യന് കൃത്യമായൊരു നിയമമുണ്ട്. മനുഷ്യന് ഇണചേരാൻ നിയമമുണ്ട്. അത് ഇസ്ലാമിന്റെ മാത്രം പ്രത്യേകതയൊന്നുമല്ല. ലോകത്തുള്ള മതവിശ്വാസികളെല്ലാം മനുഷ്യനുമായി, ഒരു സ്ത്രീ പുരുഷനുമായി ഇണചേരുന്നതിന് നിയമമുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണ് മുഴുവൻ മതവിഭാഗങ്ങളും. ഇവിടെയുള്ള ഹൈന്ദവരും ക്രൈസ്തവരൊക്കെ അങ്ങനെ തന്നെയാണ്. അതുകൊണ്ടാണ് എല്ലാവർക്കും വിവാഹമുണ്ട്. വിവാഹം എന്നുള്ളത് നമ്മുടെ മാത്രം പ്രത്യേകതയൊന്നുമല്ലല്ലോ. ആദം നബി ഇസ്ലാം മുതൽ നിലനിന്നിരുന്ന സമൂഹങ്ങളിലെല്ലാം വിവാഹം എന്ന് പറയുന്നൊരു സമ്പ്രദായം ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് പരിശുദ്ധ ഇസ്ലാം എല്ലാ മതവിഭാഗങ്ങളുടെയും വിവാഹത്തെ അംഗീകരിക്കുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്, വിവാഹത്തിന്റെ വിഷയത്തിൽ എല്ലാ മതവിഭാഗങ്ങളുടെയും വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കുന്നുണ്ട്, ബാക്കിയൊന്നും അംഗീകരിക്കില്ല. ഇപ്പൊ ഒരു ഹിന്ദുവായ ദമ്പതികൾ ഒരു ഹിന്ദു മതവിശ്വാസ പ്രകാരം ഹിന്ദു മതത്തിൽ എങ്ങനെയാണോ വിവാഹം കഴിക്കേണ്ടത് ആ മതത്തിന്റെ നിയമങ്ങൾ അനുസരിച്ച് വിവാഹം കഴിച്ചു. വിവാഹശേഷം അവർ അടുത്ത നിമിഷത്തിൽ ഇസ്ലാമിലേക്ക് വരികയാണ്. രണ്ടുപേരും കെലിമ ചൊല്ലി മുസ്ലിമായി. ഇനി അവര് പുതിയ വിവാഹം കഴിക്കേണ്ടതുണ്ടോ? ദമ്പതികളായി ജീവിക്കാൻ ഉണ്ടോ? ഇല്ല. അവർ ഇപ്പോഴും അവരെ ഇസ്ലാം ദമ്പതികളായി കണക്കാക്കും, ഭാര്യ ഭർത്താക്കന്മാരെ കണക്കാക്കും. ഈ ഒരു നിക്കാഹ് കഴിക്കേണ്ട ആവശ്യമില്ല. അവരുടെ മതവിശ്വാസം പ്രകാരം അവരെ ചെയ്ത വിവാഹം ശരിയാണോ, ഹിന്ദു മതത്തിൽ ശരിയാണോ എന്നാൽ ഇസ്ലാം അതിനെ അംഗീകരിക്കും. ഇനി അവർ മുസ്ലിമുകളായ ശേഷം പരസ്പരം നിക്കാഹ് കഴിക്കേണ്ട കാര്യം അവർക്കില്ല. ഇനി അവർക്കുണ്ടാകുന്ന മക്കൾ മുസ്ലിമുകളായി തീരുകയും ചെയ്യും. എന്തുകൊണ്ട്?
ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇണചേരാനുള്ള മതങ്ങൾ കണ്ടെത്തിയിരിക്കുന്ന ഈ ഒരു ചെറുകിയൊരു പരിപാടി, വിവാഹം എന്ന് പറയുന്ന ഒരു പരിപാടിയെ ഇസ്ലാം അംഗീകരിക്കുകയാണ്. അത് ഏതു മതം അനുസരിച്ചാണ്. രണ്ട് ക്രിസ്ത്യാനികൾ ക്രിസ്തു മതം അനുസരിച്ച് അവരുടെ മതത്തിൽ അത് ശരിയായിരിക്കണം. അവരുടെ മതത്തിൽ ശരിയല്ലെങ്കിൽ നമ്മൾ അതിനെ അംഗീകരിക്കില്ല. ക്രിസ്തു മതവിശ്വാസ പ്രകാരം ഒരു നിക്കാഹിന് എന്തെല്ലാം ഷർത്തും ഫർളുണ്ടോ അതനുസരിച്ച് വിവാഹം കഴിഞ്ഞ ക്രിസ്തുമത ദമ്പതികൾ അടുത്ത നിമിഷം ഇസ്ലാമിലേക്ക് കടന്നു വന്നാൽ അവരുടെ വിവാഹത്തെ ഇസ്ലാം അംഗീകരിക്കുകയാണ്. ഇനി അവർ പുതിയ നിക്കാഹ് കഴിക്കേണ്ട ആവശ്യമില്ല, അവരെ ദമ്പതികളായി ഇസ്ലാം അംഗീകരിക്കും. അതാണ് വിവാഹം എന്ന് പറയുന്ന ഒരു സ്ത്രീയും പുരുഷനും തമ്മിൽ ഇടപെടാനുള്ള, ഏറ്റവും അടുത്ത് ഇടപെടാനുള്ള ആ ഒരു സന്ദർഭത്തെ ഇസ്ലാം വളരെ പവിത്രമായി കാണുന്നു എന്നുള്ളതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോ മാനവ സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി പടച്ച തമ്പുരാൻ ഈ വിവാഹം എന്ന് പറയുന്ന സംവിധാനം മനുഷ്യർക്ക് മാത്രം അല്ലാഹു നിശ്ചയിച്ചു കൊടുത്തിരിക്കുക. ഈ വിവാഹത്തിലൂടെയാണ് മനുഷ്യൻ അവന്റെ വംശവർദ്ധന ഉണ്ടാക്കേണ്ടത്. അവന് കുഞ്ഞുങ്ങൾ ഉണ്ടാകേണ്ട രീതി എന്ന് പറയുന്നത് വിവാഹത്തിലൂടെ മാത്രം, അങ്ങനെ മാത്രമേ ഉണ്ടാക്കാൻ പാടുള്ളൂ. ഈ ഒരു പ്രത്യേകമായ നിയമം അല്ലാഹു സുബ്ഹാനഹു വ തആല ലോകത്ത് മനുഷ്യന് മാത്രം അല്ലാഹു തആല കൊടുത്തിരിക്കുകയാണ്. ഇനി അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീ ആര് പുരുഷൻ ആര് എന്നുള്ളൊരു ഭാഗമാണ്. സ്ത്രീ പുരുഷന് രണ്ടാണെന്ന് പറഞ്ഞാൽ എന്താണ് സ്ത്രീ, എന്താണ് പുരുഷൻ? ഈ ഇന്ന് വിവാഹ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അധികം ആളുകളും പ്രത്യേകിച്ച് പുരുഷന്മാര്, നമ്മുടെ ചെറുപ്പക്കാര് ഇത് മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതാണ് യഥാർത്ഥ പ്രശ്നം. ഒരു സ്ത്രീയെ പഠിച്ചിട്ടില്ല, സ്ത്രീ പുരുഷനെ പഠിച്ചിട്ടില്ല. അവിടെ നമുക്ക് എന്തുകൊണ്ട് സ്ത്രീ എന്തുകൊണ്ട് പുരുഷൻ എന്ന അതിപ്രധാനമായ ഒരു ഭാഗം നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. അതിനു മുമ്പ് ഇന്ന് ലിംഗസമത്വം എന്ന പേരിൽ എന്തുകൊണ്ടാണ് സ്ത്രീ പുരുഷനും തമ്മിൽ വ്യത്യാസങ്ങളില്ല എന്നൊരു ആശയം ലോകത്തിൽ ഇത്തരം പ്രചാരം കിട്ടാൻ കാരണം എന്താണ്? ഇപ്പൊ നമ്മുടെ സർക്കാരുകൾ, ഏത് സർക്കാരാണെങ്കിലും ഇപ്പോ സ്കൂളുകളിൽ ജെൻഡർ ഇക്വാലിറ്റി കൊണ്ടുവന്നു, ഒരേ രീതിയിൽ യൂണിഫോം കൊണ്ടുവരുന്ന രീതി സർക്കാർ കൊണ്ടുവന്നു. ഏത് സർക്കാരാണെങ്കിലും അത്തരത്തിലുള്ള ഈ സ്ത്രീ പുരുഷ സമത്വത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളെ നമ്മൾ എതിർക്കുകയാണ്. കാരണം സ്ത്രീ വേറെ പുരുഷൻ വേറെയാണ്. സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് ഇസ്ലാമിക സമൂഹത്തിൽ പോലും, ഇപ്പൊ നമ്മുടെ നാട്ടിൽ പോലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ തുറന്ന് എതിർക്കേണ്ടവർ ഉലമാക്കളാണ്. അവരാണ് ഈ സമുദായത്തിന് നേതൃത്വം എന്ന് പറയുന്നത്. പക്ഷേ ഇത്തരത്തിലുള്ള ഉലമാക്കൾക്ക് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തപ്പെടുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, ഒരു മുസ്ലിം ഉമ്മത്തിന്റെ നാശം എന്ന് പറയുന്നത് ഉലമാക്കൾക്ക് സത്യം തുറന്നു പറയാനുള്ള അവകാശങ്ങൾ നിഷേധിക്കപ്പെടുകയും അവരുടെ ചുണ്ടിൽ സ്റ്റിക്കർ ഒട്ടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു അവസ്ഥയാണ് ഉമ്മത്തിന്റെ നാശം എന്ന് പറയുന്നത്. എന്നിട്ട് സാധാരണക്കാരന്റെ വികാരങ്ങൾക്കനുസരിച്ച് ദീൻ പറയപ്പെടുന്ന ഒരു അവസ്ഥ, അതാണ് ദീനെന്ന് ലോകത്ത് മനസ്സിലാക്കപ്പെടുന്ന അവസ്ഥയാണ് ഈ ഉമ്മത്തിന്റെ നാശമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. ഉലമാക്കൾ ചെയ്യേണ്ടത് കാലഘട്ടത്തിൽ സമുദായം നേരിടുന്ന ഭീഷണികളെ തുറന്ന് എതിർക്കുക, അതിനെതിരെ സ്റ്റേജിലും പേജിലും സമയം ചെലവഴിക്കുന്ന ഉലമാക്കളുടെ ജോലിയാണ്. അതവർ ചെയ്ത കാലത്തൊന്നും ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇമാം റാസി തഫ്സീറുൽ കബീർ എന്ന് പറയുന്ന ലോകപ്രശസ്തമായ ഖുർആൻ വ്യാഖ്യാനം എഴുതിയ ആളാണ് ഇമാം റാസി. അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പ്രശ്നം മുർജിയത്തെ എന്ന് പറയുന്ന ഒരു വിഭാഗം ആളുകളുണ്ടായി, പുത്തൻ പ്രസ്ഥാനക്കാർ, ചിന്താഗതികൾ. വിദഅത്ത് പ്രചരിക്കാനും കാരണം ഇതാണ്. വിദഅത്തുകൾ, സെക്യുലർ ചിന്താഗതികൾ, ലിബറലിസം, ഇതൊക്കെ സമൂഹത്തിൽ വളർന്നു വരുന്നത് ഉലമാക്കളുടെ നാവുകൾ കെട്ടപ്പെടുന്നത് കൊണ്ടാണ്. ഇമാം റാസി തന്റെ തഫ്സീർ എഴുതിയത് മുർജിയത്ത് എന്ന് പറഞ്ഞൊരു വിഭാഗത്തെ എതിർക്കാൻ വേണ്ടിയാണ്. ലോകപ്രസിദ്ധമായ തന്റെ ഖുർആൻ വ്യാഖ്യാനം എഴുതി കഴിഞ്ഞപ്പോൾ ലോകത്ത് നിന്ന് മുർജിയത്ത് എന്ന് പറയുന്ന വിഭാഗം ഇല്ലാതായി പോയി. ആ ഗ്രന്ഥം അതിന് ഉപകരിച്ചു. അങ്ങനെ ധാരാളം സംഭവങ്ങൾ, ഞാൻ അതിലേക്ക് വിശദമായി കടക്കുന്നില്ല. അതുകൊണ്ട് ഉലമാക്കൾ ചെയ്യേണ്ടത്, പണ്ഡിത നേതൃത്വം ചെയ്യേണ്ടത് ഇത്തരത്തിലുള്ള കാലോചിതമായ ഉമ്മത്ത് നേരിടുന്ന, ഇസ്ലാം നേരിടുന്ന ഇത്തരം ഭീഷണികളെ തുറന്നു നിൽക്കുക എന്നുള്ളതാണ്. അത് തന്നെയാണ് ഇതിനുള്ള പരിഹാരം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. വാഹൃദ അൽഹംദുലില്ലാഹി.